ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. ഡോൺ ഗിസപ്പെ ബെറാർഡിലി ഒരു ഇറ്റാലിയൻ പുരോഹിതനായിരുന്നു. 72 വയസ്സ് പ്രായമുണ്ടായിരുന്ന ആ വൃദ്ധ പുരോഹിതൻ മിലാനിൽ നിന്ന് 40 മൈൽ വടക്ക് കിഴക്കുള്ള കാസ്നിഗോ എന്ന ചെറിയ ഗ്രാമത്തിലെ ഇടവകയിൽ പുരോഹിതനായിരുന്നു. അച്ഛന് കൊറോണ ബാധിച്ചു. കോവിഡ് ബാധിതനായ അച്ഛനെ ഇറ്റലിയിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിലൊന്നായ ബെർഗാമോയിലെ ലെവറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അച്ഛൻ്റെ ഇടവകക്കാർ അച്ഛന് വേണ്ടി ഒരു വെന്റിലേറ്റർ വാങ്ങിക്കൊടുത്തിരുന്നു. എന്നാൽ ആശുപത്രിയിൽ വെച്ച് രോഗബാധിതനായ ഒരു യുവാവിനെ അദ്ദേഹം ശ്രദ്ധിച്ചു. വെന്റിലേറ്റർ ലഭിച്ചില്ലെങ്കിൽ ആ യുവാവ് മരിച്ചു പോകും. പക്ഷേ അദ്ദേഹത്തിന് നൽകാൻ ആശുപത്രിയിൽ വെന്റിലേറ്റർ ഇല്ലായിരുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ വിഷമം മനസ്സിലാക്കി അച്ഛൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ വൃദ്ധനായൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു യുവാവാണ്. അദ്ദേഹത്തിന് ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏതായാലും ഒരാൾ മരിക്കും. ഞാൻ മരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് എൻ്റെ വെന്റിലേറ്റർ അദ്ദേഹത്തിന് നൽകിയാലും. ഡോക്ടർ വളരെ ആശയക്കുഴപ്പത്തിലായി. എന്നാൽ അച്ഛൻ്റെ തുടരെയുള്ള നിർബന്ധം മൂലം അവസാനം ആ ഡോക്ടർ വെന്റിലേറ്ററിൽ നിന്നും അച്ഛനെ മാറ്റി. എന്നിട്ട് ആ വെന്റിലേറ്റർ യുവാവിന് നൽകി. തനിക്കറിയാത്ത ഒരു യുവാവായ രോഗിക്ക് വെന്റിലേറ്റർ ദാനം ചെയ്തുകൊണ്ട് അച്ഛൻ നിത്യതയിലേക്ക് വാങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് ഡോൺ ഗിസപ്പെ എന്ന ഈ പുരോഹിതന് ഇപ്രകാരം ത്യാഗപൂർണമായ ഒരു സ്നേഹം ആ യുവാവിൽ പങ്കുവയ്ക്കുവാനായി സാധിച്ചത്? കർത്താവിൻ്റെ സ്നേഹം അദ്ദേഹത്തെ നിർബന്ധിച്ചു. എന്താണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ? ഒന്നാമതായി, കർത്താവിൻ്റെ സ്നേഹം നിസ്വാർത്ഥമായ സ്നേഹമാണ്, സെൽഫ്ലെസ് ലവ്. എന്തെങ്കിലും തിരിച്ചു കിട്ടുവാൻ വേണ്ടിയല്ല കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. അത് ഉദാരമാണ്, വ്യവസ്ഥകളില്ലാത്തതാണ്. രണ്ടാമതായി, കർത്താവിൻ്റെ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹമാണ്. സ്നേഹം നമ്മോട് പരസ്പരം ക്ഷമിക്കുന്നു, പ്രതികാരം ആഗ്രഹിക്കുന്നില്ല, പകവെച്ച് പുലർത്തുന്നില്ല, മനസ്സിൽ സൂക്ഷിക്കാതെ എല്ലാം മറന്നു കളയുന്നു. ക്രിസ്തു കാൽവറി ക്രൂശിൽ തന്നെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പകവെച്ച് പുലർത്തുന്നതും പ്രതികാരം ചെയ്യുന്നതും സ്നേഹത്തിൻ്റെ ഭാവമല്ല. അത് ദൈവികമല്ല. സ്നേഹത്തിൽ പ്രതികാരമില്ല, അനുരഞ്ജനം മാത്രമാണുള്ളത്. സ്നേഹത്തിൻ്റെ ഭാവമാണ് ക്ഷമിക്കുക എന്നുള്ളത്. മൂന്നാമതായി, കർത്താവിൻ്റെ സ്നേഹം ത്യാഗപൂർണമായ സ്നേഹമാണ്. കാൽവറി ക്രൂശിൽ നാം കാണുന്ന മറ്റൊരു കാര്യം സ്വയം ഇല്ലാതായിത്തീരുന്ന സ്നേഹമാണ്. സ്വയം വേദനിച്ചുകൊണ്ടാണെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിനും നന്മയ്ക്കും വേണ്ടി യത്നിക്കുന്നതാണ് ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ ഈ സ്നേഹം നമുക്കും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാൻ ഈ പ്രഭാതത്തിലെ വചനധ്യാനം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കേട്ട വചനത്തിനു മുമ്പ് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഞങ്ങളോട് കാണിച്ച ആ സ്നേഹം ഞങ്ങളുടെ സഹോദരങ്ങളിലേക്കും പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ആവശ്യമായ കൃപ ചൊരിഞ്ഞ് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.